വീണ്ടും MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ഇക്കാര്യത്തിൽ. MLA മാർ രാജിവെച്ചാൽ പിന്നീട് കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ തിരിച്ചെടുക്കാനാകില്ല എന്നതാണ് മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്. വിനിത, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒരു നിയമസംഹിതയില്ല. എന്നാൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമം അനുസരിച്ച് ഒരാൾ MLA സ്ഥാനം രാജിവെച്ചാൽ, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ തന്നെ MLA സ്ഥാനം രാജിവെച്ചാൽ അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുന്ന ഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നില്ല. ഇതാണ് CPIM ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായം. മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണമാണ്, പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ രാജിവെപ്പിച്ചാൽ പരാതിയുടെ അന്വേഷണത്തിൽ കുറ്റമുക്തനാക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് MLA സ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് MLA സ്ഥാനത്ത് നിന്ന് ആരോപണം വരുമ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന കാരണം പറയുന്നത്. മാത്രമല്ല, ഇലക്ഷൻ വാച്ചിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്താകെ പല MP-മാരും MLA-മാരും സമാനമായ ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. കേരളത്തിലും 2 MLA-മാർ സമാനമായ ആരോപണങ്ങൾ നേരിടുന്നു, ജയിലിലടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരും രാജിവെച്ചിട്ടില്ല. ഇതാണ് CPIM ചൂണ്ടിക്കാണിക്കുന്ന കാരണം. അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ഉയർന്നു വന്ന പരാതി കുറ്റം തെളിഞ്ഞാൽ അപ്പോൾ പാർട്ടി സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കും. അല്ലാതെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുകേഷിനെ രാജിവെപ്പിക്കാൻ കഴിയില്ല MLA സ്ഥാനത്ത് നിന്ന് എന്നാണ് CPIM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഇപ്പോൾ സെക്രട്ടറി MV ഗോവിന്ദൻ നൽകുന്ന വിശദീകരണം.